ജന്മാവകാശ പൗരത്വം അമേരിക്ക എടുത്തു കളയാൻ പോകുന്നു. നമ്മളൊക്കെ വളരെ ആശങ്കയോടുകൂടി ആ വാർത്ത വായിക്കുന്നവരാണ്. അമേരിക്കയിലെ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ആശങ്കകളുണ്ട്. ഇന്ത്യയിൽ നിന്ന് അവിടെ പോയിട്ടുള്ള എക്സ്പാട്രിയേറ്റ്സിനെ പറ്റി നമ്മൾ ആശങ്കകളുണ്ട്. നമ്മുടെ രാജ്യത്ത് നമുക്ക് ജന്മാവകാശ പൗരത്വം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആത്മപരിശോധന നടത്തുന്നുണ്ടോ? മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ ചെലവേറിയ ഒരു പരിപാടിയാണ്. അത് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത മനുഷ്യരാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷവും. നമ്മൾ പലപ്പോഴും ദാരിദ്ര്യരേഖനെ താഴ്ത്തി വരച്ചുകൊണ്ടാണ് ആളുകളെ ദാരിദ്ര്യരേഖ മുകളിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണ് ഇന്ന് ലോകം മുഴുവൻ നോക്കുന്നത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളിപ്പോഴും ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മാനകം എന്ന് പറയുന്നത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിൻ്റെ ലഭ്യതയാണ്. ന്യൂട്രീഷണൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പണത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോഴും ദാരിദ്ര്യത്തെ നിർവചിക്കുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാത്രമല്ല എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളുടെ പരിസ്ഥിതി സ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ അനന്തരഫലം എന്താണെന്നുള്ള ബോധ്യത്തോടു കൂടി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ മനുഷ്യവംശം തീരെ ഇല്ലാതായാലോ? ഇപ്പോൾ ഈ രാജ്യത്ത് ഒരു മൗലികാവകാശ ലംഘനം നടക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ബോധവാന്മാരാക്കേണ്ട ബാധ്യത, എന്തുകൊണ്ട് അവർ കൂടി അതിനോട് പ്രതികരിക്കണം, അത് നോർമലൈസ്ഡ് ആവരുത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ബാധ്യത, ഈ ബാധ്യത എല്ലാ മാധ്യമങ്ങൾക്കുണ്ട്. 3-4 ദിവസത്തിൽ നമ്മുടെ നാട്ടിൽ സെപ്റ്റിക് ടാങ്കിൽ ഒരാൾ മരിക്കുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി എത്രമാത്രം കൺസേൺഡ് ആണ്? കാരണം എന്താണ്? പത്രം വാങ്ങി വായിക്കുന്നവരെ, TV സബ്സ്ക്രൈബ് ചെയ്ത് വായിക്കുന്നവരെ ബാധിക്കാത്ത വാർത്തകൾ പലപ്പോഴും വാർത്തകളാക്കാൻ കഴിയാത്തൊരു പരിമിതി ആ വ്യവസായത്തിന് തന്നെ ഇൻട്രൻസിക് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഏകാധിപത്യ പ്രവണതയുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അത്തരത്തിലൊരു ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്താണ്? ഒരു ജനത എന്ന നിലയിൽ നമ്മുടെ രാജ്യം ഏറ്റവും സ്റ്റേബിളായും റെസ്പോൺസിബിളായും നിലനിൽക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെച്ച ഒരു ആദർശത്തെ ജനങ്ങളെന്ന നിലയിൽ നമ്മൾ തോൽപ്പിച്ചു. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഭരണഘടനയെ ഏറിയും കുറഞ്ഞും ഭരണഘടനയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ് നമുക്ക് പുതിയ കാലത്ത് കാണാൻ പറ്റുന്നത്. ചുരുക്കം ചില ഇപ്പോഴും രാജവാഴ്ച നിലനിൽക്കുന്ന രാജ്യങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഭരണഘടന എന്ന് പറഞ്ഞ സങ്കല്പം ലോകത്ത് മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പം ഇന്ത്യനെ സംബന്ധിച്ച് ഒരു ഭരണഘടന ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ചരിത്ര സാംസ്കാരിക പശ്ചാത്തലം ഇന്ത്യക്കുണ്ട്. കാരണം ഏറ്റവും ലളിതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അമേരിക്കയിലെ ജനങ്ങളെ നോക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഭാഷ കൊണ്ടോ സംസ്കാരം കൊണ്ടോ നരവംശ പ്രകൃതി കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടോ ഹോമോജനസ് ആയ ഒരു ജനതയാവാൻ, അല്ലെങ്കിൽ അവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ അവർക്ക് മറ്റ് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ സംവിധാനം വളരെ വേഗം തകർന്നു പോകും. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ എൻറ്റിറ്റി, പൊളിറ്റിക്കൽ എൻറ്റിറ്റി വളരെ വേഗം തകർന്നു പോകും. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജിയോഗ്രഫിക്കൽ എക്സ്പ്രഷൻ മാത്രമാണ്. അതിനൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി ആക്കിയത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഒരു പൊതുവായ ശത്രുവിനോടുള്ള എതിർപ്പ് മാത്രമാണ് ഇന്ത്യക്ക് ഒന്നിച്ചു ചേർന്ന് നിൽക്കാനായിട്ടൊരു കാരണം ഉണ്ടായിരുന്നത്. അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂമിശാസ്ത്രപരമായി വ്യത്യസ്തരായ മനുഷ്യരാണ്, നമ്മൾ ഭാഷാപരമായി വ്യത്യസ്തരായ മനുഷ്യരാണ്, നരവംശ പ്രകൃതി കൊണ്ട് നമ്മൾ വ്യത്യസ്തരാണ്, റിയലോ ഇമാജിൻഡോ ആയ ഒരു പൊതുചരിത്രം നമുക്ക് ഇല്ലാത്ത ആളുകളാണ്. അപ്പം കേരളത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രമാണ്. അതിന് ലാർജർ ഇന്ത്യയുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന വളരെ കുറച്ച് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ഒരു രാജ്യത്തിനെ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്ന നിലയിൽ ഒരുമിച്ച് നിർത്തുക എന്ന ചോദ്യത്തിന്, ഈ വൈവിധ്യങ്ങളെ ആകെ അക്കോമഡേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതിന് നമ്മൾ കണ്ടെത്തിയ ഒരു മനോഹരമായ ഉത്തരമാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് 100% വിജയിച്ചിട്ടുണ്ടെന്ന് അംഗീകരിക്കേണ്ടതായിട്ട് വരുന്ന ഒരു ഡയമെൻഷൻ അതിനുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ റിയാലിറ്റി ഇന്നും നിലനിൽക്കുന്നു. സംസ്ഥാനങ്ങൾ തമ്മിൽ വിഘടിച്ച് പോവാതെ, അത്തരത്തിലുള്ള വിഘടനപരമായിട്ടുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊന്നും നേരിടാതെ ഇന്ത്യ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഏതാണ്ട് ഒരു യൂണിറ്റിയോടുകൂടി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് 75 വർഷത്തിനപ്പുറവും എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ കെട്ടുറപ്പിനെ കാണിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരു ജനതയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ നൽകാൻ, അതായത് ഒരു ജനതയുടെ മുന്നിൽ നമ്മളൊരു സ്വതന്ത്ര രാഷ്ട്രമാവുമ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളുടെ ഒരു രേഖ കൂടെയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം ഒരു പരിശോധന അർഹിക്കുന്നുണ്ട്.
കാരണം നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്, ഇപ്പം നിങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നോക്കുക മൗലികാവകാശങ്ങൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആളുകളെ അവരുടെ ജീവിതത്തിൻ്റെ അത്യുന്നതിയിലേക്ക് കടത്തിവിടാനുള്ള മാർഗ്ഗമൊന്നുമല്ല മൗലികാവകാശം എന്ന് പറഞ്ഞാൽ മനുഷ്യാന്തസ്സോടുകൂടി ഒരാൾക്ക് ജീവിക്കാൻ എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുണ്ടാവേണ്ടത്, ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആ ചാപ്റ്ററിൽ എഴുതി വെക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ വിദ്യാഭ്യാസം പോലും നമ്മൾ 2000-ത്തിനപ്പുറമാണ് നമുക്ക് അത് എഴുതി ചേർക്കാൻ പറ്റുന്നത്, അത് മൗലികാവകാശങ്ങളുടെ ഭാഗമാക്കാൻ പറ്റുന്നത്. ഭക്ഷണത്തിനും പാർപ്പിടത്തിനുമുള്ള അവകാശം ഇനിയും നമുക്ക് മൗലികാവകാശങ്ങളിൽ പെടുത്താൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു രാജ്യമാണ്. അപ്പം അത്രത്തോളം അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്തുള്ളൂ. അപ്പം എന്നാൽ ഈ രാജ്യത്ത് നോക്കൂ, ഇവിടെ മൗലികാവകാശ ലംഘനങ്ങളുടെ നിരന്തരമായ ആവർത്തിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അനുദിനം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടാത്തതുമായ 100 കണക്കിന് സംഭവങ്ങൾ മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ ഭരണഘടന വെച്ച് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആളുകൾക്ക് ഓഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലൊക്കെ നമ്മുടെ ഭരണഘടനാ ധാർമ്മികതയിൽ നിന്നും പിന്നോട്ട് മടങ്ങുന്ന ഒരു സംസ്കാരം കാണിക്കുന്നുണ്ടോ എന്നതും നമ്മൾ പരിശോധിച്ചുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ പൗരത്വ നിയമത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പം ഒരു ലളിതമായ ഉദാഹരണം ഞാൻ പറയാം. ജന്മാവകാശ പൗരത്വം അമേരിക്ക എടുത്തു കളയാൻ പോകുന്നു. നമ്മളൊക്കെ വളരെ ആശങ്കയോടുകൂടി ആ വാർത്ത വായിക്കുന്നവരാണ്. അമേരിക്കയിലെ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ആശങ്കകളുണ്ട്. ഇന്ത്യയിൽ നിന്ന് അവിടെ പോയിട്ടുള്ള എക്സ്പാട്രിയേറ്റ്സിനെ പറ്റി നമ്മൾ ആശങ്കകളുണ്ട്. നമ്മുടെ രാജ്യത്ത് നമുക്ക് ജന്മാവകാശ പൗരത്വം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആത്മപരിശോധന നടത്തുന്നുണ്ടോ? 1950 മുതൽ 1987 വരെ മാത്രമേ ഇന്ത്യ മഹാരാജ്യം ജന്മാവകാശ പൗരത്വത്തിനെ ഓണർ ചെയ്തിട്ടുള്ളൂ. 87 തന്നെ നമ്മൾ ഒരു കുട്ടി ഇവിടെ ജനിച്ചാൽ അയാൾക്ക് പൗരത്വം എന്ന് പറഞ്ഞിരുന്ന ഭരണഘടനയുടെ വിശാലമായ സങ്കല്പത്തെ നമ്മൾ മാറ്റിപ്പണിതിട്ടുണ്ട്. നമ്മൾ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ മാത്രമേ കുട്ടിക്ക് പൗരത്വം നൽകൂ എന്ന നിലപാടെടുത്തു. ഓക്കെ, അടുത്ത ഘട്ടത്തിൽ 2004 മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണമെന്നതിനൊപ്പം രണ്ടാമത്തെ പാർട്ട്ണർ ഒരിക്കലും ഒരു ഇല്ലീഗൽ മൈഗ്രൻ്റ് ആവാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ കൂടെ നമ്മൾ ചേർത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ആ സങ്കല്പത്തെ ചുരുക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി മുന്നോട്ട് വെച്ച ജന്മാവകാശ പൗരത്വം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് ഒരു രാജ്യം എന്ന നിലയിൽ 2004 തന്നെ അമേരിക്ക തീരുമാനം എടുക്കുന്നതിന് 21 കൊല്ലം മുമ്പേ പുറകോട്ട് വന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ അതിനകത്ത് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ആശങ്ക നമുക്കന്ന് തോന്നിയിട്ടില്ലെങ്കിൽ, ഇന്ന് അമേരിക്കനെ പറ്റി ആശങ്കപ്പെടുന്നതിന് മുമ്പേ നമുക്ക് തോന്നേണ്ട ഒരു കാര്യം അതാണ്. അല്ലെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാൻ, നമ്മുടെ രാജ്യത്ത് റീസ്റ്റോർ ചെയ്യപ്പെടണമെന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്ക് വേറൊരു നാട്ടിൽ പോകുമ്പോൾ നഷ്ടപ്പെടുന്ന അവകാശങ്ങളെപ്പറ്റി മാത്രം നമ്മൾ കോൺഷ്യസ് ആയിരുന്നാൽ പോരാ. ഈ രാജ്യത്ത് നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാലമാണിത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പം മൗലികാവകാശ ലംഘനങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇപ്പം ഭരണഘടന 75 വർഷം പൂർത്തിയാക്കുമ്പോഴും അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഉദ്ദേശ ലക്ഷ്യമായി ഒരു ഗ്യാരണ്ടിയായി, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടിയായി നമ്മൾ മനുഷ്യർക്ക് ഓഫർ ചെയ്ത കാര്യങ്ങൾ അവർക്ക് നൽകാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അടുത്ത പ്രശ്നം മനസ്സിലാവും. കാരണം മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ ചിലവേറിയ ഒരു പരിപാടിയാണ്. അത് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത മനുഷ്യരാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷവും. നമ്മൾ പലപ്പോഴും ദാരിദ്ര്യരേഖനെ താഴ്ത്തി വരച്ചുകൊണ്ടാണ് ആളുകളെ ദാരിദ്ര്യരേഖ മുകളിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണ് ഇന്ന് ലോകം മുഴുവൻ നോക്കുന്നത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളിപ്പോഴും ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മാനകം എന്ന് പറയുന്നത്, നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിൻ്റെ ലഭ്യതയാണ്. ന്യൂട്രീഷണൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട്, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പണത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോഴും ദാരിദ്ര്യത്തെ നിർവചിക്കുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാത്രമല്ല എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആ രൂപത്തിലേക്ക് വളരാൻ പറ്റുന്നില്ല. ഇപ്പം $1.25 $1.25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നിലയിൽ നമുക്ക് ഏതാണ്ട് 100 രൂപയ്ക്ക് മുകളിലുള്ള പൈസയാണ്. അല്ലെങ്കിൽ $2 ഗ്ലോബൽ പോവേർട്ടി ലൈൻ അവർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ 160 രൂപയുടെ അടുത്തായി ഇന്ത്യയുടെ സാഹചര്യത്തിൽ.
അതിലേക്ക് നമ്മുടെ ദാരിദ്ര്യരേഖ ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിലെ ഭൂരിപക്ഷം മനുഷ്യരും ദാരിദ്ര്യരേഖ താഴെ കിടക്കുകയാണ്. അപ്പോൾ ദാരിദ്ര്യരേഖ താഴെ കിടക്കുന്ന ഈ മനുഷ്യരെ സംബന്ധിച്ച് മൗലികാവകാശം നഷ്ടപ്പെട്ടാൽ ഒന്നുകിൽ നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാം. ഈ 2 കോടതികളിലേക്കും ആക്സസ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഈ രാജ്യത്തെ മനുഷ്യർക്കായിട്ട് ഉറപ്പ് നൽകുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് നേടിക്കൊടുക്കാനുള്ള ഒരു സംവിധാനം രാഷ്ട്രീയമായി ഒരുക്കുന്നതിൽ നമ്മൾ 75 കൊല്ലത്തിനപ്പുറം പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭരണഘടന സ്വമേധയാ അതിനെന്തെങ്കിലും തെറ്റുപറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കാലഹരണപ്പെട്ടു പോകുന്നത് കൊണ്ടോ അല്ല ഭരണഘടനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത്. ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ മനുഷ്യരെ നേടിക്കൊടുക്കുന്ന തരത്തിൽ നമുക്ക് രാഷ്ട്രീയമായിട്ടൊരു സംവിധാനം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് നമ്മുടെ നീതിയിലേക്കുള്ള ആക്സസിനെ വലിയ തോതിൽ നമ്മൾ കുറയ്ക്കുന്ന ഒരു സമീപനത്തിലേക്ക് അത് പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ, ആ അവകാശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്നറിയുന്നത് നിങ്ങൾക്കത് നിഷേധിക്കപ്പെടുന്ന മൊമെൻറ്റിലാണ്. നിഷേധിക്കപ്പെട്ടാൽ നിങ്ങൾക്കത് തിരിച്ചു പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ അവകാശം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുക. അല്ലെങ്കിൽ അത്തരത്തിലൊരു ധാരണയിൽ നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ രാജ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കുകളെല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇന്ത്യ പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്ട്രക്ചറലായ ലിമിറ്റേഷൻസ് നമ്മുടെ രാജ്യത്തിന് പലതും ഉണ്ട്. ഇപ്പം നിങ്ങൾ അമേരിക്കനെ ഒരു ഫെഡറേഷൻ എന്ന നിലയിൽ പരിശോധിച്ച് നോക്കുക. എങ്ങനെയാണ് അമേരിക്കയുടെ ഫെഡറേഷൻ രൂപപ്പെട്ടത് എന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഒരു രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ താമസിക്കുന്ന മനുഷ്യർ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ലോകത്തിന് മുന്നിൽ ബെറ്റർ ബാർഗെയിനിങ് പവർ കിട്ടുമെന്നും അവർക്ക് അവരുടെ പ്രതിരോധം കുറേയും കൂടെ ശക്തിപ്പെടുത്താൻ പറ്റുമെന്നും ഒരു ജനത എന്ന നിലയിൽ അവർക്ക് ലോകത്തിന് മേലെ എക്സേർട്ട് ചെയ്യാവുന്ന പ്രഷർ അല്ലെങ്കിൽ സ്വാധീനം ഈ കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുമെന്നും കണ്ടപ്പോൾ എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു മാറാം എന്ന ഉറപ്പോടുകൂടി അവരൊരു കരാറിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഒരു ഫെഡറേഷൻ രൂപപ്പെടുകയാണ് അമേരിക്കയിൽ ചെയ്തിട്ടുള്ളത്. നമ്മളതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ടേംസിൽ നമ്മളതിനെ കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്നാണ് പറയുക. ആളുകൾ പൊതു താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ചു ചേരുന്നു. എന്നാൽ വ്യത്യസ്തമായ താല്പര്യം, വ്യത്യസ്തമായ രാഷ്ട്രീയം, വ്യത്യസ്തമായ ചരിത്രം, സംസ്കാരം ഇതെല്ലാമുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ശക്തമായൊരു കേന്ദ്ര ഭരണ സംവിധാനത്തിന് കീഴിൽ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇന്ത്യൻ ഫെഡറേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറേഷൻ ആ തരത്തിൽ രൂപപ്പെട്ട ഒന്നാണ്. നമ്മളതിനെ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൻ്റെ കരുത്താണ് ഐഡിയലി അതിലെ ആളുകളെ ഒരുമിച്ച് നിർത്തുന്നത്, അല്ലെങ്കിൽ ആ ഫെഡറൽ സങ്കല്പത്തിനെ ഒരുമിച്ച് നിർത്തുന്നത്. പക്ഷെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് കാലത്തിനനുസരിച്ച് ക്രമാനുഗതമായി നമ്മൾ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മാൻ അനിമൽ കോൺഫ്ലിക്റ്റിനെ നമ്മളൊരു പ്രശ്നമായിട്ട് പറഞ്ഞു, മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ പലപ്പോഴും അതിനൊരു ഏകമാനത്തിലൂടെ നോക്കിക്കാണുന്ന ഒരു രീതി നമുക്കുണ്ട്. അതിനെ നമ്മളെപ്പോഴും ഒരു പാരിസ്ഥിതിക പ്രശ്നം എന്ന നിലയിൽ മാത്രം മനസ്സിലാക്കാൻ വലിയൊരളവിൽ ശ്രമിക്കുന്നുണ്ട്. അതിന് പാരിസ്ഥിതികമായ ഒരു മാനം മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് അതിനെന്താണ് അതിലൊരു മാനമുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് നമ്മൾ വിഷയങ്ങൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഇടയിൽ വിഭജിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതായത് നമ്മുടെ നാട്ടിലെ കാട്, ഇപ്പോൾ കേരളത്തിൽ ആ കാടിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തൊട്ടയൽ സംസ്ഥാനത്ത് പോലും അതേപോലെ ആയിരിക്കണം എന്നില്ല. അതായത് നിങ്ങൾക്കൊരു ബ്ലാങ്കറ്റഡായ നിയമം കൊണ്ടുവന്ന് മൊത്തം രാജ്യത്തിനും ബാധകമാവുന്ന ഒരൊറ്റ പരിസ്ഥിതി നിയമം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രശ്നങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട്, സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് അത്തരം പ്രശ്നങ്ങളെ കൂടുതൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ഭരണഘടന നടത്തേണ്ട ഒരു ഇടപെടലാണ്. കാരണം ഭരണഘടന അതിനെ സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്ന കാര്യം നമ്മൾ ഭരണഘടനയിൽ വരുത്തേണ്ട ഒരു മാറ്റമാണ്. കാരണം സ്റ്റേറ്റിന് നമ്മൾ അവിടെ കൂടുതൽ അധികാരം കൊടുക്കേണ്ടതാണ്. കേന്ദ്രം അവിടെ ചെയ്യേണ്ടത് ഇതിൻ്റെ സംരക്ഷകൻ്റെ റോൾ, മൊത്തം രാജ്യത്തെ വനങ്ങളുടെ സംരക്ഷകൻ്റെ ഒരു റോൾ എടുക്കുക എന്നതിനോടൊപ്പം അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റേറ്റുകളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം വനത്തിൽ നിന്നോ വന്യജീവികളിൽ നിന്നോ നമ്മുടെ നാട്ടിലെ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ഓരോ നാട്ടിലും ഓരോന്നാണ്. ഓരോ നാട്ടിലെ ജീവികൾ ഓരോന്നാണ്. ഓരോ നാട്ടിൽ കൂടുതൽ ശല്യമുണ്ടാക്കുന്ന ജീവികൾ ഓരോന്നാണ്. ഇപ്പോൾ നമ്മൾ കാട്ടുപന്നിയൊക്കെ നിങ്ങൾ നോക്കുക. കാട്ടുപന്നിയൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ മലയോര മേഖലയിൽ അതുണ്ടാക്കുന്ന കൃഷിനാശം വളരെ വ്യാപകമാണ്.
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചിലപ്പം തൊട്ടടുത്ത സംസ്ഥാനത്ത് ആ ജീവി ഒരു പ്രശ്നമേ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നിങ്ങൾ എടുക്കുന്നു എന്ന് കരുതുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്. ഇപ്പോൾ കാട്ടുപന്നി വിളവ് നശിപ്പിക്കുന്ന എത്രയാണ്, അപ്പോൾ അതിൻ്റെ തോതനുസരിച്ചാണ് നിങ്ങൾ അതിനെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കുന്നതെന്ന് കരുതുക. ഒരു ഉദാഹരണം മാത്രമാണ്. ഓക്കെ, അപ്പം കാട്ടുപന്നി 2 ലക്ഷം ഏക്കർ കൃഷി നശിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ രാജ്യത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയും കൃഷിഭൂമിയും നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ ഒന്നായതുകൊണ്ട് അതിനെ തൽക്കാലം ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കേണ്ടതില്ല, അങ്ങനെ ഒരു വന്യമൃഗത്തെ കൊല്ലേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൽ 1.5 ലക്ഷം ഏക്കറും ഒരു സംസ്ഥാനത്താണ്, ബാക്കി 50,000 ഏക്കർ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാമായിട്ട് വിഭജിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തിൻ്റെ ആവശ്യം തന്നെ ആയിരിക്കുമോ അന്യ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവുക? അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ ഒരൊറ്റ നിയമത്തിൻ്റെ കീഴിൽ, ഒരു കോൺസെൻട്രേറ്റഡ് ആയ ഒരൊറ്റ സാധനത്തിന് കീഴിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുക? അപ്പോൾ അവിടെ ഇടപെടൽ നടത്തേണ്ട ബാധ്യത, അല്ലെങ്കിൽ കാലാനുസൃതമായിട്ട് അതിനെ പരിഷ്കരിക്കേണ്ട ബാധ്യത കാലങ്ങളായിട്ട് മാറി വരുന്ന സർക്കാരുകൾ നിർവഹിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ആ പ്രശ്നം അതല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, ഭരണഘടന ഈ രാജ്യത്തെ ഏത് സംസ്ഥാനത്ത് ജീവിക്കുന്ന പൗരനും ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് റൈറ്റ് ടു ലൈഫ്. ഫണ്ടമെൻ്റൽ ടു ഓൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നു. മൗലികാവകാശങ്ങളിൽ ഏറ്റവും മൗലികമായ ഒന്നായിട്ട് നമ്മൾ കാണുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 നൽകുന്ന റൈറ്റ് ടു ലൈഫ്. അപ്പോൾ ഒരു നിയമത്തിലെ പാകപ്പിഴ, അല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ നിർമ്മാണാവകാശം ആർക്കാണ് എന്നതിലെ സാങ്കേതികമായ ഒരു തർക്കം, അല്ലെങ്കിൽ ഭരണഘടന അതിൽ മുന്നോട്ട് വയ്ക്കുന്ന നമുക്ക് കാലാനുസൃതമായി ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു പരിമിതി ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൊരു ഇടപെടൽ ആവശ്യമാണ്. ഇനി ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് സംസ്ഥാനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലോ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇത് എൻ്റെയും നിങ്ങളുടെയും അടിസ്ഥാന ജീവൽ പ്രശ്നമാണ്. ഇത്തരത്തിലൊരു ഭരണഘടനാ ഭേദഗതി വേണമെന്നുള്ള ആവശ്യം ഒരു ജനകീയ ആവശ്യമായിട്ട് മുന്നോട്ട് വെക്കേണ്ടതാണ്. അത് അങ്ങനെ വരേണ്ടതുമാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും നമ്മുടെ ഭരണഘടനയെ പറ്റിയുള്ള അവബോധമാണ് ഇതിനകത്ത് ഒരു പ്രധാന പ്രശ്നം. നിങ്ങൾ നോക്കൂ, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ ഇപ്പോഴും ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഒരു നിലയ്ക്കും നമുക്ക് പറയാൻ പറ്റാത്ത രൂപത്തിൽ വലിയ തോതിൽ ആക്ഷേപങ്ങൾ കേൾക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് അത്തരം വിഷയങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വളരെ പരിമിതമായ സാധ്യതകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോഴും ഒരു ഓൾ ഇന്ത്യ സർവീസിൻ്റെ കീഴിലാണ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ കീഴിലാണ് നമ്മുടെ വനങ്ങളും വനങ്ങളുടെ സംരക്ഷണവും കിടക്കുന്നത്. അപ്പോൾ അതിന് കേന്ദ്ര സർക്കാരിനാണ് അതിൽ കൂടുതലായിട്ടും അതിനകത്ത് ഇടപെടൽ നടത്താൻ കഴിയുക. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇടപെടൽ നടത്താൻ കഴിയാത്തൊരു പരിമിതി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായാൽ, ആ പരിമിതി ഈ നാട്ടിലെ മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടായാൽ നിങ്ങളതിനെ ഭേദഗതി ചെയ്യാൻ തയ്യാറാവുക. അല്ലെങ്കിൽ ആര് വലുത് എന്ന് പറയുന്ന ഒരു അധികാര തർക്കത്തിലേക്ക് നമ്മൾ പോയാൽ ഭരണഘടന അതിനേക്കാൾ മൗലികമായിട്ട് ഉറപ്പ് കൊടുക്കുന്ന മറ്റു പലതും ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നത് നമുക്ക് നോക്കി നിൽക്കേണ്ടി വരും. എപ്പോഴും ഒരു പരിഷ്കൃത സമൂഹത്തിൽ സ്വാഭാവികമായും വളർന്നു വരുന്ന ഒരു ധാരയുമാണ് ഈ യൂണിവേഴ്സലായിട്ടുള്ള ഉണ്ടാവുന്ന സാധനമാണ് പരിസ്ഥിതിവാദം. സസ്റ്റൈനബിലിറ്റിയെ പറ്റിയുള്ള മനുഷ്യൻ്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത്, കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി മനുഷ്യനുണ്ടാവുന്ന ആശങ്കകൾ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ വളർച്ച, മനുഷ്യവംശത്തിൻ്റെ വളർച്ച, വികസനം എന്ന് പറയുന്ന സങ്കല്പം, ഇത് മറ്റ് ജീവികൾക്ക് കൂടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന കൺസേൺ, ഈ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായും സമൂഹത്തിൽ വിവിധ ആശയധാരകളായിട്ട് വളർന്നു വരുന്നുണ്ട്. അത് വളർന്നു വരും. കാരണം ലോകത്തെ ഏത് രാജ്യവും പരിഷ്കൃത സമൂഹമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരം ധാരകളുണ്ട്. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അതിനു വേണ്ടി മാത്രമുള്ളത് അല്ലെങ്കിൽ അതിൽ തന്നെ നിൽക്കുന്ന ഒന്നായി മാറരുത് എന്നുള്ളതാണ് പ്രശ്നം. അതായത് നിങ്ങളുടെ പരിസ്ഥിതി സ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ അനന്തരഫലം എന്താണെന്നുള്ള ബോധ്യത്തോടു കൂടി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ മനുഷ്യവംശം തീരെ ഇല്ലാതായാലോ? അങ്ങനെയും പറ്റില്ലല്ലോ. ഇപ്പോൾ പരിസ്ഥിതിയെ പറ്റി നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നു, വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയുന്നു, നമ്മൾ അവരുമായിട്ട് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു, ഈ ജീവികളുടെ വംശനാശം തടയണമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ അങ്ങേയറ്റത്ത് മനുഷ്യനാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇപ്പം ചെറിയ ചെറിയ ജീവികൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതാവുന്നതിൻ്റെ നമ്മുടെ തന്നെ കൺമുമ്പിൽ ഒരുപാട് ജീവികൾ അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ
ചെറിയ കുരുവികളെയൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കടകളിലൊക്കെ ഉണ്ടായിരുന്ന അരി കൊത്തിത്തിന്നും ഒക്കെ ജീവിച്ചിരുന്ന കിളികൾ, നമ്മുടെ ചന്തകളിലൊക്കെ ഭയങ്കര സജീവമായിട്ടുണ്ടായിരുന്ന ചെറിയ കിളികളുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കാണുന്നില്ല. കാരണം അത് ഈ നമ്മുടെ ചണസഞ്ചികളിൽ വന്നിരുന്ന ധാന്യങ്ങൾ കൊത്തിത്തിന്നും ആ സ്ഥലത്തുണ്ടായിരുന്ന ജീവിക്കാൻ സാഹചര്യം ഉണ്ടാക്കി മനുഷ്യരിന്ന് ഒരുപാട് ദൂരെയൊന്നും പോകാതെ ജീവിച്ചിരുന്ന ഒരു ജീവിയാണ്. നമ്മൾ അതിനെ മുഴുവൻ പ്ലാസ്റ്റിക്കിലാക്കുന്നു, ചെറിയ കവറുകളിൽ നമ്മൾ അതിനെ കൊണ്ടുവരുന്നു. ഒരു ധാന്യവും പുറത്ത് വീഴാത്തൊരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ ഒരു ജീവിവർഗം ഇല്ലാതാവുന്നുണ്ട്. ആ ജീവിവർഗത്തിൽ തുടങ്ങുന്ന ഒരു ശൃംഖലയുടെ ഇപ്പുറത്തെ അറ്റത്ത് മനുഷ്യനുണ്ട്. അപ്പോൾ ആ ജീവികൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് എന്ന് പറയുന്ന പ്രശ്നം തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അത് കേവലം അതുമാത്രമായി പോകുന്ന ഒരു പ്രവണതയിലേക്ക് പോവാതിരിക്കുക എന്ന് പറയുന്നതും കാരണം നമ്മളെ സംബന്ധിച്ച് മനുഷ്യന് ജീവിക്കുക, അവൻ്റെ ജീവൽ പ്രശ്നങ്ങളെ കൂടെ അഡ്രസ്സ് ചെയ്തുകൊണ്ടേ നമുക്കിതിൽ നിന്ന് മുമ്പോട്ട് പോകാൻ പറ്റൂ. അതായത് കാർഷിക വൃത്തി മാത്രം തൊഴിലായിട്ട് എടുക്കുന്ന മനുഷ്യർ, അവർ സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്കുക, എക്കോളജിക്കലി ഇപ്പം പലപ്പോഴും നമ്മുടെ ഒരു അർബൻ സെൻറ്ററിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു കർഷകൻ നേരിടുന്ന പ്രശ്നത്തോട് അവൻ എത്രത്തോളം അവബോധം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരേക്കറിൽ അവർ മരച്ചീനി നടുന്നു, അല്ലെങ്കിൽ ചേമ്പ് നടുന്നു, കാച്ചിൽ നടുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിള ഇറക്കുന്നു. ആ ഒരേക്കറിലെ വിള വിറ്റിട്ടാണ് അവൻ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഈ രാജ്യത്ത് ഇപ്പോഴും 50% മനുഷ്യർ നേരിട്ട് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ജീവനെ, നിലനിൽപ്പിനെ ഒരു ജീവിയും അതിൻ്റെ വളർച്ചയും അതിൻ്റെ പെറ്റുപെരുകലും അവിടെ തടയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ഷുദ്രജീവി ആക്കണമെന്ന് നമ്മളൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് പാരിസ്ഥിതിക പ്രശ്നത്തിൻ്റെ ഒരു ആംഗിൾ മാത്രം മുൻനിർത്തി അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റൊരു കൂട്ടം മനുഷ്യർക്ക് അവിടെ ജീവിച്ചു പോകാനുള്ള അവകാശം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെ പറ്റിയും നമുക്ക് കൺസേൺ വേണം. അപ്പോൾ ഇവിടുത്തെ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിവാദം എന്ന് പറയുന്നത് അംഗീകരിക്കാം. കാരണം തീർച്ചയായിട്ടും അത് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം പല സ്ഥലത്തും ഇപ്പം നിങ്ങളിപ്പോൾ ഡൽഹിയൊക്കെ ഗ്യാസ് ചേമ്പറായിട്ട് മാറുന്നതിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കാവുന്ന സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. ഇപ്പം ഡൽഹിനെ ഇങ്ങനെ ആക്കുന്നതിൽ സ്റ്റബിൾ ബേണിങ്ങിനൊരു വലിയ പങ്കുണ്ട്. അത് നമ്മുടെ കൃഷി രീതിയുടെ അപര്യാപ്തതയാണ്, അല്ലെങ്കിൽ അതിനെ ശാസ്ത്രീയമായിട്ട് നമുക്ക് അതിൻ്റെ സംസ്കരണം നടത്താൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ അതിലുണ്ട്. അവിടെ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മളിപ്പം ആ ഒരു കാര്യം പറഞ്ഞിട്ട് കൃഷി വേണ്ടാന്ന് വെക്കാൻ പറയാൻ പറ്റുമോ ആളുകളോട്? അപ്പോൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. അപ്പോൾ ശാസ്ത്രീയമായിട്ട് ഇതിനെന്താ മറ്റു പരിഹാരം എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റൂ. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ ഉപയോഗിക്കാം എന്ന് പല നിലയിൽ കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സാധ്യതകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലാ ആശയധാരകൾക്കും എക്സിസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതിൻ്റെ കേന്ദ്രത്തിൽ നമുക്ക് മനുഷ്യനെ വെക്കുക എന്നുള്ളത് മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനൊരു വഴിയുള്ളൂ. കാരണം ഇപ്പോൾ അതിലൊരു ഒരു നമ്മൾ ഏറ്റവും കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രാജ്യത്തെ ഭരണഘടനയെ, ആ ഭരണഘടന നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന അവകാശങ്ങളെ, ആ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാൻ എന്ത് വഴി എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു ഡിക്റ്ററ്റോറിയൽ സ്റ്റേറ്റ് ഉണ്ടായി, ഏതെങ്കിലും ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഭരണാധികാരി ഈ നാട്ടിലുണ്ടായി, അയാൾ ഈ ഭരണഘടനയിലെ എല്ലാത്തിനെയും തകിടം മറിച്ചാൽ മാത്രമല്ല നിങ്ങളുടെ ഭരണഘടന നിങ്ങൾക്ക് ഇല്ലാതാവുക. നിങ്ങളൊരു ജനത എന്ന നിലയിൽ നിങ്ങളുടെ ഭരണഘടനയെ ബഹുമാനിക്കാതിരുന്നാലും ഇതേ പ്രശ്നമാണ് ഉണ്ടാവുന്നത്. ഒരു ഭരണഘടന ഇല്ലാതാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അതിനെ ബഹുമാനിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഭരണഘടനയെ ബഹുമാനിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഭരണഘടനയെ ബൈബിള് പോലെ, ഗീത പോലെ, ഖുറാൻ പോലെ എവിടെയെങ്കിലും എടുത്തു വെച്ച് പൂജിക്കണമെന്നുള്ളതല്ല. ഈ രാജ്യത്തെ ധാർമ്മികത എന്താണ് എന്ന് ചോദിച്ചാൽ അത് പൊതു ധാർമ്മികതയല്ല, ഭരണഘടനാ ധാർമ്മികതയാണ് എന്ന തിരിച്ചറിവാണ്. ഇപ്പോൾ ഒരാൾക്ക് മനുഷ്യാവകാശങ്ങൾ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് അയാളുടെ മൗലികാവകാശങ്ങൾ നഷ്ടപ്പെടുന്നു. അത് നഷ്ടപ്പെടുന്നത് അയാളുടെ മാത്രം വ്യക്തിപരമായൊരു പ്രശ്നമാണ് എന്ന് നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാവുന്നത്. അത് സ്വാഭാവികമാണെന്ന് നമുക്ക് തോന്നുന്നിടത്താണ് ഒരു കുഴപ്പമുണ്ടാവുന്നത്. കാരണം ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും ഏത് സാഹചര്യത്തിലും ഇവിടുത്തെ ഭരണകൂടത്തിന് ഉറപ്പ് നൽകാൻ കഴിയേണ്ടതാണ് താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എഴുതി വച്ചിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ സ്വയം പോരാടി നേടേണ്ടതായിട്ടുള്ള അവകാശങ്ങളുടെ ഒരു ലിസ്റ്റ് അല്ല അത്. നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ ഭരണഘടനയിൽ നിങ്ങൾക്ക് എന്തിനെങ്കിലുമുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ആ അവകാശം നിഷേധിക്കപ്പെടരുത് എന്ന് ഭരണകൂടം ഉറപ്പുവരുത്തണം എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത്
ഒരു പോസിറ്റീവായ നിങ്ങളുടെ ഒരു അവകാശങ്ങളുടെ ലിസ്റ്റായിട്ടല്ല, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു നെഗറ്റീവ് ഒബ്ലിഗേഷനായിട്ടാണ് നമ്മൾ മൗലികാവകാശങ്ങളെ കാണുന്നത്. അതായത് ഈ നാട്ടിലെ നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത, നിങ്ങൾക്ക് മുഖപരിചയമില്ലാത്ത ഈ രാജ്യത്തെ ഒരു മനുഷ്യന് അയാളുടെ മൗലികാവകാശം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊരു രാഷ്ട്രം എന്ന നിലയിൽ പരാജയപ്പെടുന്നുണ്ട്. ആ പരാജയം നമ്മുടെ ഓരോരുത്തരുടെയും പരാജയമാണ്, ഒരു ഭരണകൂടത്തിൻ്റെ പരാജയമാണ്, ഒരു ദേശരാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ ആകെ പരാജയമാണ്. അപ്പോൾ അത് നോർമലായൊരു സംഭവമാണെന്ന് നമ്മൾ കരുതരുത്. അത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടായാൽ, നിങ്ങളുടെ പ്രോക്സിമിറ്റിയിൽ അതുണ്ടായാൽ, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഇടപെടലാണോ അതിൽ നടത്താൻ കഴിയേണ്ടത്, ആ ഇടപെടൽ നമ്മൾ നടത്തണം. അത് ചിലപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നതാവാം, നേരിട്ട് സമരം ചെയ്യുന്നതാവാം, എഴുതുന്നതാവാം, വോട്ട് ചെയ്യുന്നതിലാവാം. ഏത് രൂപത്തിലാണോ നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് ആ രൂപത്തിൽ നമ്മൾ അതിനോട് പ്രതികരിക്കണം. കാരണം അതല്ല എങ്കിൽ ഇത് ഈ നാട്ടിൽ നടക്കുന്ന അനേകം പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമായി പോവും. അപ്പോൾ അത്തരത്തിലൊരു നോർമലൈസേഷൻ മൗലികാവകാശ ലംഘനങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കിട്ടിയാൽ നാളെ അതിൻ്റെ കൈ നിങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതുന്ന മനുഷ്യരിലേക്കും എത്തും. അവരിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇതിന് തിരിച്ചു പോകാൻ പറ്റാത്തത്ര ദൂരം നമ്മൾ എത്തി എന്നുള്ള ബോധം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഭരണഘടനാ തത്വങ്ങളെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്ത് എങ്ങനെ നിയമം നിർമ്മിക്കാം എന്നതിനെ പറ്റി പറയുന്ന ഒരു അടിസ്ഥാന തത്വങ്ങളുടെ സംഹിത മാത്രമല്ല, ഈ രാജ്യത്ത് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ജനങ്ങൾക്ക് ഒത്തുനോക്കാനുള്ളൊരു ചെക്ക് ലിസ്റ്റ് കൂടെയാണത്. അപ്പോൾ ആ തത്വങ്ങൾക്ക് എതിരായിട്ട് ഒരു ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തത്വങ്ങൾ അനുസരിച്ച് നമുക്ക് നിർബന്ധമായും കിട്ടേണ്ട കാര്യങ്ങൾ ഈ രാജ്യത്ത് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് ഏത് കൂട്ടം മനുഷ്യർക്കോ ഏത് വിഭാഗം മനുഷ്യർക്കോ നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. നമ്മുടെ ഭരണഘടനയെ നമ്മൾ ഡിഫീറ്റ് ചെയ്യുകയാണ്. ഭരണഘടന എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രത്യേകത ഈ രാജ്യത്തെ മറ്റെല്ലാ നിയമങ്ങൾക്കും ഭരണഘടനയാണ് നിയമസാധുത കൊടുക്കുന്നത്. ഭരണഘടന എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റിന് മാത്രമാണ് ഈ രാജ്യത്തെ ജനങ്ങൾ നേരിട്ട് നിയമസാധുത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിനെ നമ്മൾ സത്യത്തിൽ ബാക്കി ഇവിടുത്തെ എല്ലാ നിയമങ്ങളും ഇവിടുത്തെ സർക്കാരിൻ്റെ ടൂളാണെങ്കിൽ, ഭരണഘടന എന്ന് പറയുന്ന സംഹിത ഇവിടുത്തെ ജനങ്ങളുടെ ആയുധമാണ്. അപ്പോൾ അതിനെ ആ നിലയിൽ മനസ്സിലാക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും ജനങ്ങൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രാഷ്ട്രീയം ഉണ്ടാവും, കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിയമം ഉണ്ടാവും, ഇവിടുത്തെ മനുഷ്യർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാവും. ഇന്ത്യൻ ഭരണഘടനയുടെ കണ്ണിലൂടെ നമ്മൾ മാധ്യമങ്ങളെ, മാധ്യമ പ്രവർത്തനത്തെ നോക്കിക്കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്രീഡം ഓഫ് പ്രസ് ലോകത്തിന് നമ്മൾ ഭരണഘടനയെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളെ കാണുന്നത്. അപ്പോൾ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവകാശവുമാണ്. നമ്മൾ തന്നെ നോക്കിയാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ജനകീയമാക്കുന്നതിലുൾപ്പെടെ നമ്മൾ ഇന്നും ഈ രാജ്യത്ത് വലിയ തോതിലുള്ള ഇടപെടൽ ജനാധിപത്യത്തിൽ നടത്താൻ പറ്റുന്നതും പൊതുബോധ രൂപീകരണത്തിൽ ഇടപെടാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു വലിയ ശക്തി തന്നെയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ സെൻസിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി, അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ അത്രയൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ ആണെന്ന് ഞാൻ പറയും. കാരണം ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നതിനെ ആസ് സച്ച് നമ്മളൊരു മൗലികാവകാശമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന പൗരസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാധ്യമത്തെ കാണുകയാണ്. അതായത് മാധ്യമങ്ങൾ പത്രത്തിൽ എഴുതുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാനലിലൂടെ സംസാരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുക എന്ന് പറയുന്നതിനെ ഒരു മോഡ് ഓഫ് എക്സ്പ്രഷൻ എന്ന നിലയിലാണ് നമ്മൾ കാണുന്നത്. അതിനുള്ള അവകാശം ഒരു പൗരനുണ്ട്. ആ പൗരാവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫ്രീഡം ഓഫ് പ്രസ്സിനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫ്രീഡം ഓഫ് പ്രസ് എന്ന് നമ്മൾ നേരിട്ട് ഭരണഘടനയിൽ എഴുതിയിരുന്നെങ്കിൽ പിൽക്കാലത്തെങ്കിലും അത് ഒരു പബ്ലിഷറുടെ സ്വാതന്ത്ര്യം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത നമുക്കുണ്ടായിരുന്നു. കാരണം ആലോചിച്ച് നോക്കിയാൽ പത്രം നടത്തുക എന്നതിൽ, പത്രത്തിൽ എഴുതുക എന്നത് ഏതോ ഒരു കൂട്ടം മനുഷ്യരുടെ മാത്രം അവകാശമായിട്ട് മാറാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഭരണഘടന, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫിലോസഫി ഈ രാജ്യത്തെ മാധ്യമങ്ങളോട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പത്രത്തിൽ എന്തും എഴുതാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നല്ല, മറിച്ച് സത്യം എന്തെന്നറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിൽ നിന്നാണ് ഇവിടെ ഫ്രീഡം ഓഫ് പ്രസ് ഉടലെടുക്കുന്നത്. അതായത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു പൗരന് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറയുന്നത് അയാൾ ഇൻഫോംഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക,
ഈ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ എന്ത് തരം വിമർശനങ്ങളും നടത്താൻ നിങ്ങൾക്ക് ഭരണഘടന അവകാശം തരുന്നു എന്ന് പറയുന്നു. അതിനോടൊപ്പം നിങ്ങൾക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ഇല്ല എന്ന് കരുതുക. അതായത് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, തീരുമാനങ്ങളുടെ യുക്തി എന്താണ്, എന്ത് നിയമമാണ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്, അതിന്മേൽ എന്ത് ചർച്ചയാണ് നടക്കുന്നത്, ഈ കാര്യങ്ങളെപ്പറ്റി ഒന്നും നിങ്ങളെ അറിയിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, വാപോയ കോടാലിയാണത്. ആ അവകാശം കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? ആ അവകാശം ഒരു ടൂത്ത്ലെസ് ടൈഗറാണ്. നമുക്കൊരു മെച്ചവും അതുകൊണ്ടില്ല. എന്നാൽ പത്രങ്ങൾ അതിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടുത്തെ ഓരോ വ്യക്തികളുടെയും രാഷ്ട്രീയക്കാരുടെയും ഭരണകൂടത്തിൻ്റെയും പ്രവൃത്തികൾ അനുദിനം അവർ ജനങ്ങളിൽ എത്തിക്കുന്നു. ഒരു ഇൻഫോംഡ് സിറ്റിസണറി ഉണ്ടാക്കുന്നു. ആ ഇൻഫോംഡ് സിറ്റിസണറിയാണ് അവരുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. അവരാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നത്, അവരാണ് പ്രകടനങ്ങൾ നടത്തുന്നത്, അവരാണ് വോട്ട് മാറ്റി ചെയ്യുന്നത്. അങ്ങനെ അവരുടെ മോഡ് ഓഫ് എക്സ്പ്രഷൻ എല്ലാം ഉപയോഗിച്ച് അവർ അനീതികളെ എതിർത്ത് തോൽപ്പിക്കുന്നു. അങ്ങനെ എതിർത്ത് തോൽപ്പിക്കാൻ അവരെ ശക്തരാക്കുന്നത് എന്താണ്? അവർ ഇൻഫോംഡ് ആവുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ അവരെ ഇൻഫോംഡ് ആക്കാൻ, ഇപ്പോൾ ഈ രാജ്യത്ത് ഒരു മൗലികാവകാശ ലംഘനം നടക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ബോധവാന്മാരാക്കേണ്ട ബാധ്യത, എന്തുകൊണ്ട് അവർ കൂടി അതിനോട് പ്രതികരിക്കണം, അത് നോർമലൈസ്ഡ് ആവരുത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ബാധ്യത, ഈ ബാധ്യത എല്ലാ മാധ്യമങ്ങൾക്കുണ്ട്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മൾ വലിയ തോതിൽ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മീഡിയ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി, ഒരു വ്യവസായമായി മാറുന്നുണ്ട്. അപ്പോൾ ആ വ്യവസായമായി മാറുമ്പം ലാഭം എന്ന് പറയുന്ന ആസ്പെക്റ്റ് അതിലേക്ക് വരുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വാർത്തകളിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ബാധിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണം നോക്കിയാൽ, ഇപ്പം പി സായിനാഥ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സാർസ് എന്ന് പറയുന്നൊരു രോഗം. അപ്പോൾ ആ രോഗം ആർക്കെങ്കിലും ഒരാൾക്ക് വന്നാൽ രാജ്യത്തെ എല്ലാ പത്രങ്ങളും ലോകം സാർസ് ഭീതിയിൽ, രാജ്യം സാർസ് ഭീതിയിൽ എന്ന് പറഞ്ഞ 1-ാം പേജിൽ വാർത്ത കൊടുക്കും. എന്നാൽ ഈ രാജ്യത്ത് ഇപ്പോഴും ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന ഒരു അസുഖമാണ് ട്യൂബർക്യുലോസിസ്, TB. അതിനെപ്പറ്റി നമ്മൾ എത്രത്തോളം ഇങ്ങനത്തെ ഭീതി ജനിപ്പിക്കുന്ന വാർത്തകളും ആശങ്കകളും പത്രങ്ങളിൽ കാണുന്നുണ്ട്, മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണത്? പത്രം വില കൊടുത്ത് വാങ്ങിക്കുന്ന മനുഷ്യരല്ല ട്യൂബർക്യുലോസിസ് എന്ന് പറയുന്ന രോഗം ബാധിച്ച് മരിക്കാൻ പോകുന്ന മനുഷ്യർ. അവരിവിടുത്തെ ഏറ്റവും അടിസ്ഥാന ജീവിതം ജീവിക്കുന്ന മനുഷ്യരാണ്. ഇവിടുത്തെ സ്ലം ഡ്വല്ലേഴ്സാണ്, ഇവിടുത്തെ ഡെയിലി വേജ് ലേബേഴ്സാണ്, അത്ര അൺക്ലീൻ ആയ ഒരു സിറ്റുവേഷനിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരാണ്. അവരെ ബാധിക്കുകയും അവരിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ന്യായമായും കൺസേൺ ഇല്ല. 3-4 ദിവസത്തിൽ നമ്മുടെ നാട്ടിൽ സെപ്റ്റിക് ടാങ്കിൽ ഒരാൾ മരിക്കുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി എത്രമാത്രം കൺസേൺഡാണ്? കാരണം എന്താണ്? പത്രം വാങ്ങി വായിക്കുന്നവരെ, TV സബ്സ്ക്രൈബ് ചെയ്ത് വായിക്കുന്നവരെ ബാധിക്കാത്ത വാർത്തകൾ പലപ്പോഴും വാർത്തകളാക്കാൻ കഴിയാത്തൊരു പരിമിതി ആ വ്യവസായത്തിന് തന്നെ ഇൻട്രൻസിക്കായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ മാധ്യമങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഭരണഘടനയെ നിലനിർത്താൻ, മൗലികാവകാശങ്ങളെ നിലനിർത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ, അവരുടേതായ ഒരു ജെനുവിനായ പങ്ക് വഹിക്കാൻ കഴിയാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മീഡിയ, പ്രസ് മാറും. ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് ആശങ്കപ്പെടാൻ, അതായത് നമ്മുടെ എല്ലാ സാധ്യതകളും കൈവിട്ടുപോയി എന്ന് പറഞ്ഞ് ആശങ്കപ്പെടാൻ മാത്രമുള്ള സാഹചര്യങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് നിലവിലില്ല. കാരണം നമ്മുടെ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ ആശയധാരകളും പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ആശാസ്യമല്ലാത്ത പ്രവണതകൾ ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ പൗരത്വത്തിനെ മതവുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കാരണം അതിനെപ്പറ്റി ഒരു ചർച്ചയുണ്ടാവുന്നത്. ഇപ്പോൾ ലോകത്തെ മറ്റ് ഡെമോക്രസീസ് നമ്മളെപ്പറ്റി ഒരു ശരിയല്ലാത്ത ഒരു കാഴ്ചപ്പാടിൽ നമ്മളെ കാണുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായി. ഇപ്പം നമ്മുടെ പൗരത്വ നിയമത്തെപ്പറ്റി, ആ നിയമത്തിന് നമ്മളെങ്ങനെയാണ് മതത്തിന് ഒരു യോഗ്യതാ മാനദണ്ഡമാക്കുന്നത്, പ്രത്യേകിച്ചും നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സെക്കുലർ സ്റ്റേറ്റ് എന്ന നിലയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എങ്ങനെയാണ് നമുക്കൊരു നിയമനിർമ്മാണത്തിൽ ലംഘിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു ആശാസ്യമായ പ്രവണതയല്ല. ഇപ്പം ചർച്ചകൾ, നമ്മൾ എത്രത്തോളം ചർച്ചകൾ നമ്മൾ എല്ലാ വിഷയത്തിലും നടക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക. ഇപ്പോൾ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്ന രീതി ഒരു ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിയാൽ, ഇപ്പോൾ കർഷക നിയമം നിങ്ങളൊരു ഉദാഹരണമായിട്ട് എടുക്കുക. കർഷക നിയമം പോലെ ഈ രാജ്യത്തെ 50% മനുഷ്യരെയും നേരിട്ട് ബാധിക്കാൻ സാധ്യമായ ഒരു നിയമത്തിൽ പോലും നമ്മൾ എത്രമാത്രം ക്വാളിറ്റി ഡെലിബറേഷൻസ്, നിലവാരമുള്ള ചർച്ചകളിലേക്ക് പാർലമെൻറ്റ് കടക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള നിയമനിർമ്മാണത്തിൻ്റെ ഒരു ക്വാളിറ്റി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു
സെലക്ട് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് ഒരു നിയമത്തെ വിശദമായി പഠിക്കാൻ വിട്ടുകൊടുക്കുന്ന പരിപാടി നമുക്ക് ഇല്ലാതാവുന്നു. നമ്മൾ മിനിറ്റുകൾക്കുള്ളിൽ ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിയമങ്ങൾ നിർമ്മിച്ച് ഉണ്ടാക്കി വിടുകയാണ്. അതും നല്ല പ്രവണതയല്ല. അപ്പം നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്താൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ഒരുപാട് തരത്തിൽ സ്ട്രക്ചറലായ മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടതുണ്ട്. കൂടുതൽ അക്കോമഡേറ്റീവ് ആവേണ്ടതുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളുടെയും ജെനുവിനായ പ്രശ്നങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കൂടുതൽ കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവം അധികാരത്തിനുണ്ടാവാതെ നോക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് മൗലികാവകാശ ലംഘനങ്ങൾ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഒരു നിത്യസംഭവം ആവാൻ പാടില്ല. അതൊരു അബറേഷനായിരിക്കണം. അതായത് വല്ലപ്പോഴും സംഭവിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഞെട്ടലുണ്ടാവുന്ന ഒരു സംഭവമായിരിക്കണം ഈ രാജ്യത്ത് മൗലികാവകാശ ലംഘനത്തിൻ്റെ കഥകൾ. അപ്പം നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകൾ നമുക്കിപ്പോഴും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം താരതമ്യേന പരാതിരഹിതമായിട്ട് നമുക്ക് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പഞ്ചായത്തുകൾ മുതൽ അങ്ങോട്ട് നമുക്ക് തെരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയുന്നുണ്ട്. അപ്പം ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജനങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ ഒരു കാര്യവും കൂടെ ഞാൻ ആ രൂപത്തിലുള്ള ഒരു വിഷയവും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളൊരു രാജ്യമെന്ന നിലയിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെപ്പറ്റി ജനങ്ങൾ ബോധവാന്മാരാവുക എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ രാജ്യം എന്ത് തരം തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടത്? നമ്മുടെ രാജ്യത്ത് പാർലമെൻ്ററി തെരഞ്ഞെടുപ്പുകളാണ് നടക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് നമ്മുടെ വൈവിധ്യത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലൊരു സിസ്റ്റം തിരഞ്ഞെടുത്തത്. അതായത് ഈ രാജ്യത്തിന് പാർലമെൻ്ററി ജനാധിപത്യം വേണോ അതോ അമേരിക്ക പിന്തുടരുന്ന പ്രസിഡൻഷ്യൽ സിസ്റ്റം വേണോ എന്നുള്ള ചർച്ച നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിയപ്പോൾ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേബിൾ ഗവൺമെൻറ്റിനെ കിട്ടും. അതായത് എക്സിക്യൂട്ടീവിനെ നിയമനിർമ്മാണത്തിൽ നിന്ന് കൃത്യമായും വേർതിരിച്ച് നിർത്തുന്ന, രണ്ടിനും എയർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലാക്കുന്ന, ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ 4 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം ആ കാലാവധി പൂർണ്ണമായിട്ടും ഭരിക്കാൻ പറ്റുന്ന, മറ്റു ഭയങ്ങളൊന്നുമില്ലാത്ത, ലെജിസ്ലേച്ചറിനോട് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്വം ഇല്ലാത്ത ഒരു സർക്കാർ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് സ്വാഭാവികമായും പലതരം താല്പര്യങ്ങളെ അക്കോമഡേറ്റ് ചെയ്യേണ്ട വൈവിധ്യങ്ങളുടെ ഒരു നാടായ നമ്മുടെ നാട് സ്വാഭാവികമായും നമുക്ക് എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് അല്ല, ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ്റാണ്, ഒരു ഉത്തരവാദിത്വ സർക്കാരാണ് എന്ന് പറയുന്ന ആ ചിന്തയിൽ നിന്നാണ് നമ്മൾ പാർലമെൻ്ററി ജനാധിപത്യത്തെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ജനങ്ങളോട് നമ്മുടെ ഭരണഘടന എന്താ പറയുന്നത്? നിങ്ങൾക്കൊരു പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി തന്നിട്ടുണ്ട്. അവിടുത്തെ നിങ്ങളെ ഏറ്റവും നന്നായി പ്രതിനിധീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്ന ആളെ തിരഞ്ഞെടുക്കൂ. അയാൾ വരട്ടെ. അയാൾ പാർലമെൻറ്റിൽ ഈ രാജ്യത്തിന് ഏറ്റവും നല്ല ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കട്ടെ. ആ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ രൂപീകരിക്കട്ടെ. അതിലൂടെ എന്താ സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളൊരു പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ എക്സിക്യൂട്ടീവിന് നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂട്ടായ തീരുമാനമാണ്, അവരുടെ പ്രതിനിധികളുടെ കൂട്ടായ ഭൂരിപക്ഷമാണ് താങ്കളെ പ്രധാനമന്ത്രിയാക്കിയിരിക്കുന്നത്. അവരുടെ താല്പര്യത്തിനൊത്ത് താങ്കൾ പ്രവർത്തിക്കാത്ത കാലത്ത് താങ്കൾക്ക് ഈ രാജ്യത്ത് ഭരണത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. ഈ സന്ദേശമാണ് നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യം ഒരു പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നത്, ഒരു മന്ത്രിസഭയ്ക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിനോട്, അതിലൂടെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിനെ നമുക്ക് കിട്ടുന്നു. ഇനി നിങ്ങൾ സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ട്രെൻഡ് നോക്കുക. നമ്മളൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. ഭരണഘടനാ ധാർമ്മികതേനെ നിങ്ങൾ അവിടെ തന്നെ വയലേറ്റ് ചെയ്തു. കാരണം എന്താണ്? ഇന്ന ആൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം ഡൊണാൾഡ് ട്രംപിനെ അമേരിക്ക തിരഞ്ഞെടുത്തു. ഡൊണാൾഡ് ട്രംപാണ് പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥി എന്ന് അമേരിക്ക നേരത്തെ പറയുന്നു. ആരൊക്കെയാണോ ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡൻ്റ് ആവാൻ സഹായിക്കാൻ പോകുന്നത് അവരെ പ്രൈമറികളിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴും ഇതേ കാര്യമാണ് സംഭവിക്കുക. ഇന്ന ആൾ പ്രധാനമന്ത്രി ആവണമെന്ന് നിങ്ങൾ ആദ്യമേ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? അയാളെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ചിന്ത എന്തായിരിക്കും? ഞാനുള്ളത് കൊണ്ട് അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ എന്താണ് അത്? അവിടെ ഏകാധിപത്യ പ്രവണതകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.
ഇപ്പോൾ നോക്കൂ, ഇവിടെ ഏകാധിപത്യ പ്രവണതയുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അത്തരത്തിലൊരു ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്താണ്? ഒരു ജനത എന്ന നിലയിൽ നമ്മുടെ രാജ്യം ഏറ്റവും സ്റ്റേബിളായും റെസ്പോൺസിബിളായും നിലനിൽക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെച്ച ഒരു ആദർശത്തെ ജനങ്ങളെന്ന നിലയിൽ നമ്മൾ തോൽപ്പിച്ചു. നമ്മൾ അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നടത്തിക്കൊടുത്തു. അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന വലിയ ക്യാമ്പയിനുകൾക്ക് സാധ്യതയുണ്ടാവുന്നു. നിങ്ങൾക്ക് മാധ്യമങ്ങളെ വലിയ തോതിൽ മാധ്യമങ്ങളിലൂടെ പ്രചരണങ്ങൾ നടത്താനുള്ള സാധ്യത, പരസ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ പാർട്ടി ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് പണം കളക്ട് ചെയ്യാനും അത് ചെലവഴിക്കാനുമുള്ള സാധ്യത, പൊതുബോധ നിർമ്മിതിയുടെ സാധ്യത, ഇതെല്ലാം 543 ആളുകളിലേക്ക് ഇത് ചെതറിപ്പോയിരുന്നെങ്കിൽ നമുക്ക് സ്വാഭാവികമായും ഒരു വ്യക്തിനെ അങ്ങനെ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്നതോടുകൂടി എന്തിനൊക്കെയുള്ള സാധ്യത തരംഗാണ്? ഇലക്ഷൻ ഒരു മാനേജേരിയൽ എക്സസൈസായി മാറാനുള്ള സാധ്യത വരികയാണ്. ആ സാധ്യത നമ്മുടെ രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളെ ഇളക്കിക്കളയാണ്. അതങ്ങനെ ഇളകി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നിങ്ങൾക്ക് റെസ്പോൺസിബിളായ ഒരു ഗവൺമെൻറ് ഇല്ലാതാവും. അപ്പോൾ അവിടെയെല്ലാം ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ അവിടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ബഹുമാനിക്കാത്തൊരു ജനതയാണ് ഉണ്ടാകുന്നതെങ്കിൽ, അതിനെപ്പറ്റി അവെയർ അല്ലാത്തൊരു ജനതയാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഭരണഘടനാ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നമ്മുടെ സർക്കാരുകൾ തയ്യാറാവുന്നില്ലെങ്കിൽ, സ്വാഭാവികമായും ഈ രാജ്യം കാലാകാലം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എഴുതിയുണ്ടാക്കിയ വളരെ സെൻസിബിളായി ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അണ്ടർമൈൻ ചെയ്യപ്പെടും. അത് രാജ്യത്തിൻ്റെ ഭാവിയെയും കുഴപ്പത്തിലാക്കും.